അതായത് കേരളത്തിൽ CJP ആണല്ലോ. BJP വളർത്താൻ വേണ്ടിയിട്ട് കേരളത്തിൽ ആദ്യം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആരാണ്? രാജീവ് ചന്ദ്രശേഖറാണെന്ന് അങ്ങ് വിചാരിക്കുന്നത്? രാജീവ് ചന്ദ്രശേഖർ അല്ലല്ലോ. രാജീവ് ചന്ദ്രശേഖറിന് ഒരു റോളും ഇല്ലല്ലോ കേരള BJP വളർത്തുന്നതിനകത്ത്. കേരളത്തിൽ BJP വളർത്താൻ വേണ്ടിയിട്ട് ഒരു മുഖ്യമന്ത്രി കേരളത്തിൻ്റെ പൊതുഖജനാവ് മുഴുവൻ ഉപയോഗിച്ചിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയല്ലേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. ഈ രാജ്യത്തെ നമ്പർ 1 RSS ചീഫ് മിനിസ്റ്റർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കണ്ണും പൊട്ടി പറയും ശ്രീ പിണറായി വിജയനാണെന്ന്. അത് വെറുതെ രാഷ്ട്രീയ ആരോപണമല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ പറയാം, ഇൻസിഡൻസ് പറയാം, വിശദമായൊരു ചർച്ചയാണെങ്കിൽ. കോൺഗ്രസിൻ്റെ അല്ല, അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് KPCC പ്രസിഡന്റിനോട് ചോദിച്ചാൽ അതിൻ്റെ കൃത്യമായ കണക്ക് തരും. എന്നോട് യൂത്ത് കോൺഗ്രസിൻ്റെ കണക്ക് ചോദിച്ചാൽ കൃത്യമായ കണക്ക് തരാം, യൂത്ത് കോൺഗ്രസിൻ്റെ കണക്ക് തരാം. അങ്ങടക്കമുള്ള കൈരളിയുടെ മാധ്യമപ്രവർത്തകർ ഉണ്ടായിരുന്ന പത്രസമ്മേളനത്തിൽ ഞാൻ എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. ഇനി KPCC അല്ല, ഒരു ഫണ്ടിൻ്റെ അതെനിക്ക് അതിൻ്റെ വിശദാംശങ്ങൾ അറിയില്ല. ഞാൻ വേണമെങ്കിൽ ചോദിച്ചിട്ട് പറയാം. പക്ഷേ അത് കുറച്ചുകൂടെ ചോദിക്കേണ്ടത് KPCC പ്രസിഡന്റിനോടാണ്. എന്നോട് ചോദിച്ചാൽ യൂത്ത് കോൺഗ്രസിൻ്റെ കാര്യം ഞാൻ പറയാം. കേരളത്തിൻ്റെ DGP മറ്റേ എന്താ ചങ്ങാതിയുടെ പേര്, മറ്റേ കൂത്തുപറമ്പ് വെടിവെച്ചു വന്നാണ് റവാഡ, കൂത്തുപറമ്പ് മറ്റേ സഹാക്കന്മാരെ വെടിവെച്ചു വന്ന റവാഡ, അയാളല്ലേ കേരളത്തിൻ്റെ DGP. എൻ്റെ കീഴിലല്ലല്ലോ അദ്ദേഹം പ്രവർത്തിക്കുന്നത്. അങ്ങ് തന്നെ ഒരു പരാതി എഴുതി കൊടുത്തിട്ട് അങ്ങ് തന്നെ പറയൂ ആ DGPയോട് ഒന്ന് അന്വേഷിച്ചിട്ട്. വലിയ വിഷയമല്ലേ, ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി അല്ലേ അല്ല ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കൊള്ളാം. നിങ്ങൾ എന്നെ സഹായിക്കാൻ നിൽക്കുകയാണല്ലോ കൈരളി. നിങ്ങൾക്ക് എന്നെ അങ്ങ് തീർക്കാനായിട്ടുള്ള ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി അല്ലേ. നിങ്ങൾ ആ റവാഡ എന്ന് പറയുന്ന നിങ്ങൾ പറഞ്ഞ കേൾക്കുന്ന ആളാണല്ലോ, DGP ആണല്ലോ. മറ്റേ നമ്മുടെ മനസ്സിലായില്ലേ, നമ്മുടെ കൂത്തുപറമ്പിലെ സഹാക്കന്മാരെ വെടിവെച്ച് വന്ന ആ റവാഡയാണ് ഇപ്പോൾ കേരളത്തിലെ DGP. ആ DGPയോട് പറയുക രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റി ഇങ്ങനൊരു ആക്ഷേപമുണ്ട്. ബിരിയാണിന്ന് എന്താ പറഞ്ഞത്, ബിരിയാണി ചലഞ്ച് നടത്തിയിട്ട് ആ പൈസ കൊണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സ്വർണ്ണച്ചെമ്പിലാണല്ലോ ബിരിയാണി ഉണ്ടാക്കിയത്. സ്വർണ്ണച്ചെമ്പൽ അല്ല, ഓരോ അസംബ്ലികളും ഓരോ പരിപാടി നടത്തിയത്. അദ്ദേഹത്തിൻ്റെ ആക്ഷേപം എന്താണെന്ന് ഞാൻ ചോദിച്ചത്. ഇപ്പോൾ കോഴിക്കോട് നടത്തിയത് ധോത്തി ചലഞ്ച് നടത്തിയിട്ടുണ്ട്, വ്യത്യസ്തമായ പരിപാടിയാണ്. ഞങ്ങൾ ആരെയും മിരട്ടിയിട്ട് പോയി പൈസ പിരിച്ചതല്ല. ഞങ്ങൾ ഇതുപോലെ ചലഞ്ച് ഞാൻ നടത്തി എന്തറിയാമോ, ഞാൻ സംസ്ഥാന കമ്മിറ്റിക്ക് പൈസ കൊടുത്ത് എങ്ങനെ അറിയാമോ, ഒരു ദിവസത്തെ കാറ്ററിംഗ് ജോലി ഏറ്റെടുത്തിട്ടാണ് ഞാൻ പൈസ കൊടുത്തത്. അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായ ജോലി ചെയ്തിട്ടാണ് ഞങ്ങൾ. അല്ല ഞാൻ പറഞ്ഞത് അങ്ങേക്ക് അല്ല, ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു അങ്ങേക്കൊരു ഗോൾഡൻ ഞാൻ ചെലവഴിച്ചിട്ടില്ലെന്ന് ഞാൻ നേരത്തെ പറയുന്നുണ്ടല്ലോ. എൻ്റെ വേർഷൻ വളരെ കൃത്യമായിട്ട് കൊടുക്കുകയാണല്ലോ കൈരളി. ഇനി എൻ്റെ വേർഷൻ പറയുന്നു അടിസ്ഥാനരഹിതമായ ആരോപണം. ഇനി അതെടുക്കണ്ട. അങ്ങ് ഒരു കാര്യം ചെയ്യൂ, അങ്ങ് കേരള പോലീസിനോട് പറഞ്ഞിട്ട് ഒരു അന്വേഷണം എനിക്കെതിരായിട്ട് പ്രഖ്യാപിക്കൂ. ആ പ്രഖ്യാപിച്ചതിന് ശേഷം എന്നെ അങ്ങേക്ക് ബോധ്യപ്പെടുമല്ലോ, കേരള പോലീസ് പറഞ്ഞാൽ ബോധ്യപ്പെടുമല്ലോ. മറ്റേ കേസ് എന്തായി? നിങ്ങൾ 1.5 കൊല്ലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യാജ തിരിച്ചറിയൽ കാർഡ് 1.5 വർഷമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. എനിക്കെതിരെ ഒരു FIR പോലും ഇതുവരെ ഇട്ടിട്ടില്ല. അന്വേഷണം ശക്തമാക്കണം. ഇത് കുറ്റാരോപിതം തന്നെ വന്നിട്ട് പറയാം ശക്തമാക്കണം. 1.5 വർഷമായിട്ട് നിങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക. ആ അന്വേഷണം ശക്തമാക്കാൻ നിങ്ങൾ കാണുമ്പോൾ പറയണം. നിങ്ങളുടെ ഇവിടുത്തെ DYFI നേതാക്കന്മാരൊക്കെ ആയിരുന്നു പരാതിക്കാർ. അവരോട് പറയണം അന്വേഷണം ശക്തമാക്കാൻ പറയണം. എന്നിട്ട് കൃത്യമായിട്ട് അന്വേഷിച്ചിട്ട് അതിനകത്ത് അവസാനിപ്പിക്കാൻ പറയണം. ഇനി അതിനുശേഷം എന്ത് ചെയ്യണം? ബിരിയാണി ചെമ്പിൻ്റെ വിഷയം എടുക്കണം. അപ്പം ഞാനും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനുമാണ് ഇപ്പോൾ ബിരിയാണി ചെമ്പ് ആരോപണത്തിലെ 2 പ്രധാനപ്പെട്ട ആളുകൾ. സന്തോഷമുണ്ട്. അതല്ലെങ്കിൽ തന്നെ ഈ പ്രസ്താവനയാണ് എതിർക്കുന്നത്. അതല്ലാതെ SNDP സെക്രട്ടറി അല്ലല്ലോ നമ്മൾ എതിർക്കുന്നത്. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ ആ പ്രസ്താവനയാണ് ഞങ്ങൾ എതിർക്കുന്നത്. ആ പ്രസ്താവന ഇനി എതിർക്കും. SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന പദവിയോട്, ആ ചെയറിനോട് ഏറ്റവും അധികം ബഹുമാനമുള്ള പ്രസ്ഥാനമാണ് ഞങ്ങളത്. ആർ ശങ്കറിൻ്റെ പാർട്ടിയല്ലേ നിങ്ങൾ? അല്ല, ആ പ്രസ്താവനയോടാണല്ലോ എതിർപ്പ്. അതല്ലാതെ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഇരിക്കുന്ന പദവി ഞങ്ങൾ എന്തിനാണ് എതിർക്കുന്നത്? എതിർപ്പ് ആ പ്രസ്താവനയോടാണ്. ആ പ്രസ്താവനയോടും അതുപോലെയുള്ള നിരന്തരമായി ആവർത്തിക്കപ്പെടുന്ന പ്രസ്താവനകളോടുമാണ്. ഓക്കെ. അല്ല, അതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. വെള്ളാപ്പള്ളി നടേശനോട് സഹകരിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്? ഞങ്ങൾ സ്ഥിരമായി വേദി പങ്കിടുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്? അത് ജനപ്രതിനിധികളല്ലേ. യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസിൻ്റെ അസംബ്ലി സെക്രട്ടറി എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന വേദി പങ്കിടുന്ന 1-2 സാഹചര്യങ്ങൾ നിങ്ങൾ പറഞ്ഞാൽ അന്നേരം ഞാൻ പറയാം അതിൽ പറ്റുമോ ഇല്ലയോ എന്ന് ഞാൻ പറയാം. നിങ്ങൾ സാഹചര്യം പറഞ്ഞാൽ അന്തരീക്ഷത്തിൽ നിന്ന് ഒരു ചോദ്യം ചോദിക്കാതെ ജനപ്രതിനിധികൾ നിലയിൽ സ്വാഭാവികമായിട്ട് പങ്കിടുമല്ലോ. നമുക്കങ്ങനെ അയിത്തമല്ലല്ലോ കൽപ്പിക്കുന്നത്. ആ പ്രസ്താവനയോടാണ് അയിത്തം. ശ്രീ വെള്ളാപ്പള്ളി നടേശനോട് നമുക്ക് അയിത്തമില്ലല്ലോ. എന്തിനാ അയിത്തം? ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഇരിക്കുന്ന പദവിയോട് വലിയ ബഹുമാനമാണ് നമുക്ക്.